നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ.വി. പിള്ളൈ, ഡയറക്ടർ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. ഇന്നിപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ലൂക്കോറിയ. ലൂക്കോ മീൻസ് വൈറ്റ്, ഓറിയ മീൻസ് ഡിസ്ചാർജ്, വൈറ്റ് ഡിസ്ചാർജ്. അതായത് മലയാളത്തിൽ അതിന് പറയുന്നത് വെള്ളപ്പോക്കെന്ന് പറയും. ഈ വെള്ളപ്പോക്ക് ആരിലാണ് ഉണ്ടാകുന്നത്? കൂടുതലും വെള്ളപ്പോക്ക് ഉണ്ടാകുന്നത് സ്ത്രീകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒരു കുട്ടി പ്രായമാവണമെന്നും നിർബന്ധമില്ല, പ്രായമായി കഴിഞ്ഞതിനും വരാം. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് വരെ ഈ വെള്ളപ്പോക്ക് വരുന്നുണ്ട്, വലിയ ആൾക്കും ധാരാളം വരുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളപ്പോക്ക് ഇല്ലാത്തൊരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മിക്ക ഇതുള്ള സ്ത്രീകൾക്ക് ഇതിങ്ങനെ ഉണ്ടാവും. അതിന് പല കാരണങ്ങൾ വരും. നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഹോർമോൺസ് ഇംബാലൻസ് ഒരു സൈഡിൽ വരും. പിന്നെ അതുപോലെ തന്നെ യൂട്രസിൻ്റെ ഏതെങ്കിലും ഫങ്ഷൻ ഉണ്ടാകുന്നത് വരും. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തന്നെയും ഈ ഡിസ്ചാർജ് ഉണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ ഏതെങ്കിലും പ്രതിവിധി ചെയ്യുന്നതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗൈനക്കോളജിനെ തന്നെ കാണണം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്വാളിഫൈഡ് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധി ചെയ്യണം. അതില്ലെന്നുണ്ടെങ്കിൽ ഈ വെള്ളപ്പോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രതിരോധ ശക്തി കുറയും. പിന്നെ അത് മാത്രമല്ല, അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവും. ഈ കൂടുതൽ കേസിലും ഇൻഫെക്ഷൻ ഉണ്ടാവും. ഈ ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രോഗാണുക്കൾ നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ പോയിട്ട് അത് നമ്മുടെ ബ്ലഡിൻ്റെ ഇംബാലൻസ് തന്നെ ഉണ്ടാക്കും. അപ്പോൾ ഇതിലേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഡോക്ടറെ അഡ്വൈസ് ചെയ്തിട്ട് അതിലിപ്പോൾ എല്ലാ സിസ്റ്റത്തിലും മെഡിസിൻസ് ഉണ്ട്. അതിന് ലൂക്കോറിയ എന്ന് പറയും. അപ്പോൾ അതിന് ആയുർവേദത്തിൽ മെഡിസിനുണ്ട്, മോഡേൺ മെഡിസിനിലുണ്ട്, ഹോമിയോപ്പതിക് മെഡിസിനിലുണ്ട്, നാച്ചുറോപ്പതിയിലുണ്ട്. ചില ഈ ഡ്രഗ്സിന് പകരം വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഈ പ്ലാന്റിൽ നിന്നെടുക്കുന്ന എക്സ്ട്രാക്റ്റുകൾ ഇതിന് ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഈ ഹോമിയോപ്പതിക്ക് ഉപയോഗിക്കുന്നത് ബോറാക്സ് എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെഡിസിനുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ലൂക്കോറിയ വളരെ കുറയും. പിന്നെ അതുപോലെ പല ഞാൻ ഒരെണ്ണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്നിരുന്നാൽ തന്നെയും ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം നിങ്ങളിത് എഴുതി കഴിഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾ ആഹാര രീതിയിൽ വരുത്തണം. ഇപ്പോൾ ക്ഷീണം വരുന്നത് കൊണ്ട് പിന്നെ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ഈ ലൂക്കോറിയ പേഷ്യൻ്റ് എപ്പോഴും നമുക്ക് അനീമിയ അല്ലെങ്കിൽ വളർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ വളർച്ചയും കൂടെ കണക്കിലെടുത്ത് ഡോക്ടർ അതിന് വേണ്ടുന്നുള്ള പ്രതിവിധി പറഞ്ഞു തരും. അപ്പോൾ നിങ്ങളിത് വന്നു കഴിഞ്ഞാൽ ഇത് ചിലയിടത്ത് വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾ പറയും ഇത് എനിക്കും ഉണ്ട് അവർക്കും ഉണ്ടെന്ന് പറയും, ഇത് സാധാരണ എല്ലാവർക്കും ഉണ്ടെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഇത് എല്ലാവർക്കും ഇല്ല. ഇത് വരുന്ന ഒരു സോക്കേട് തന്നെയാണ്. അതിന് പ്രതിരോധം ആവശ്യമുണ്ട്, അതിന് ട്രീറ്റ്മെൻറ്റും ആവശ്യമുണ്ട്. അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടറോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ അടുത്ത് ആണായാലും പെണ്ണായാലും ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിലും അവരതിൻ്റെ പ്രതിവിധി പറഞ്ഞു തരും. ഞാൻ ഇത്രയൊക്കെ പറയുന്നെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ആൻജിയോഗ്രാം ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ബൈപ്പാസ് സർജറി. എൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻജിയോഗ്രാം ഡേഞ്ചറാണ്. അപ്പോൾ അതിന് പകരം ഹാർട്ട് സ്കാൻ എന്ന് പറയുന്ന മെത്തേഡുണ്ട്. അതിൽ നമ്മുടെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ എല്ലാം അറിയാൻ സാധിക്കും. പിന്നെ ബ്ലോക്കിൻ്റെ അറിയാം, പമ്പിങ്ങിൻ്റെ അറിയാൻ സാധിക്കും, അറ്റാക്ക് സാധ്യത അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വാൽവിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും നമുക്കറിയാൻ സാധിക്കും. അതൊന്ന്. രണ്ട്, ആൻജിയോപ്ലാസ്റ്റി കൊണ്ടും ബൈപ്പാസ് സർജറി കൊണ്ടും ഒരു പ്രയോജനം പേഷ്യൻ്റ് ഉണ്ടാകുന്നില്ല. ഇതെൻ്റെ വാക്കല്ല, WHO തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെന്താണ് ഒരു പ്രതിവിധി എന്താണ്? ഇതിൻ്റെ പേര് ഒന്ന് കിലേഷൻ തെറാപ്പി എന്നൊരു മെത്തേഡുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ലേസർ തെറാപ്പി എന്നൊരു മെത്തേഡുണ്ട്. ഈ കിലേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ക്ലീൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പിന്നെ ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബീംസാണ്, റേസാണ്. ഇത് അകത്ത് പോയിട്ട് ഹാർട്ടിൻ്റെ ബ്ലോക്കുകളെ അലിയിച്ച് കളയുകയാണ്. അപ്പോൾ വളരെ സയൻറ്റിഫിക്കാണ്, ഇതിൻ്റെ യാതൊരു ദോഷവശമില്ല. ബൈപ്പാസ് സർജറി ആണെങ്കിൽ 2-3 മാസം നമ്മൾ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. ഇത് ആ സെയിം ഡേറ്റ് തന്നെ 15, 20, 30 ബ്ലോക്ക് ശതമാനം അലിയിച്ച് കളയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ നിങ്ങൾ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.